മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ സാവകാശം വേണം ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ. മാത്രമല്ല ഈ രേഖകളൊക്കെ കൊടുത്താലും അത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രം ഇ ഡി അന്വേഷിച്ചാൽ മതി എന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞത്. ഇ ഡി ഈ കേസ് അന്വേഷിക്കുന്നതിനെ താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? സർക്കാർ ഈ വിഷയത്തിൽ സർക്കാരിന് ആശങ്കയുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് ഇത് ഇ ഡിയിലോട്ട് പോകുന്നത് കൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസിനകത്തെ ഇവരെ കുറ്റവാളികളെ കണ്ടെത്താൻ പറ്റും. പക്ഷെ ഒരു സാമ്പത്തിക കുറ്റവാളികളെ കണ്ടെത്തുന്നതിനുള്ള നടപടി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇതിന്റെ പിന്നിലെ ക്രിമിനൽ ആക്ടിവിറ്റിയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളും അതിന്റെ ഗൂഢാലോചന കുറ്റവും പുറത്തു വരില്ല. അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ഒരു കേസായതുകൊണ്ടും ചില കേസുകളിൽ രാഷ്ട്രത്തിനപ്പുറത്തുള്ള കാര്യങ്ങളിലേക്ക് തന്നെ ഇത് നീങ്ങിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നത് കൊണ്ടും CBI അന്വേഷണം നടത്തുന്നതാണ് ഇതിലെ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ ഇവിടെ ശിക്ഷിക്കുന്നതിന് ഉതകുന്നത്. അതുകൊണ്ട് ആ ശിക്ഷയിൽ ഒരിക്കലും കുറവ് വരുത്താതെ ഭംഗിയായി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. CBI ഏറ്റെടുക്കണം. ഒരു തലത്തിൽ ഈ ബന്ധം ഒന്ന് ഉയർന്ന രൂപത്തിലേക്ക് വന്നു എന്നുള്ളത്, ഇ ഡി അന്വേഷിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ ഒരു പരിധി കൂടി മുന്നോട്ട് പോയി. പക്ഷേ ആത്യന്തികമായ കുറ്റവാളികൾ പുറത്തു വരണമെങ്കിൽ അതിനുവേണ്ടിയുള്ള അന്വേഷണം വേറെയും നടത്തേണ്ടി വരും. ശ്രീ തിരുവഞ്ചൂർ, അതായത് ഈ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുത്താൽ അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസി ഏറ്റെടുത്താൽ അത് രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടുള്ള നടപടിയിലേക്ക് കടക്കും എന്ന ആശങ്ക സർക്കാരിനുണ്ടാകുമോ? ഇത് മുൻകൂട്ടി കണ്ടാണോ ഇ ഡിയെ തടയാൻ സർക്കാർ ശ്രമിച്ചത്? അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? ഈ കേസിനകത്ത് ഏത് അന്വേഷണം മുന്നോട്ട് പോകുന്നതിലും സർക്കാരിന് ആശങ്കയാണ്. ഇപ്പൊ നിൽക്കുന്നതിനേക്കാൾ കേരള പോലീസിന്റെ കരങ്ങളിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു എന്ന് വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് പോയി എങ്കിൽ മാത്രമേ ഇതിന്റെ സത്യം തെളിയുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇ ഡി അന്വേഷണം വരുന്നെങ്കിൽ വരട്ടെ, അത് നന്നായി നടത്തട്ടെ. പക്ഷേ കള്ളപ്പണം വെളുപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് അവർ ലിമിറ്റ് ചെയ്ത് പോകാൻ പോകുന്നത്. അതേസമയം ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള കേസായി പോകുന്നില്ലെങ്കിൽ ഇതിനകത്തെ കുറ്റവാളികൾ രക്ഷപ്പെടാനിടയാകും. അത് വരാതിരിക്കണമെന്ന് വരികിൽ CBI അന്വേഷണം എന്ന് പറയുന്ന ഞങ്ങളുടെ നേരത്തെ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ശ്രീ തിരുവഞ്ചൂർ, ശരി, ഞാനത് മനസ്സിലാക്കുന്നു. താങ്കൾ പറഞ്ഞതുപോലെ CBI വേണം എന്നത് കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നതാണ്. ഒറ്റ ചോദ്യം കൂടി ശ്രീ തിരുവഞ്ചൂർ, അതായത് ഇ ഡി അന്വേഷണം ഈ കേസിന്റെ മാനത്തെ മാറ്റുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ കേസിന് ഒരു പുതിയ ദിശാബോധം നൽകുമെന്ന് കരുതുന്നുണ്ടോ? ഇ ഡിക്ക് സാമ്പത്തിക കുറ്റവാളികളെ കണ്ടെത്തുന്നതിനുള്ള അധികാരം മാത്രമല്ലേ, ഇവിടെ ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ. ആ ക്രിമിനൽ ആക്ടിവിറ്റി തിരക്കുന്നതിന് വേണ്ടി ഇ ഡിക്ക് കഴിയുമോ എന്നുള്ളതാണ് എന്റെ ആശങ്കയായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇ ഡിക്ക് സാമ്പത്തിക കുറ്റവാളികളെ കണ്ടെത്തുവാനും അവരെ ശിക്ഷിക്കാനും കഴിയും. ഇവിടെ സാമ്പത്തിക കുറ്റം മാത്രമല്ലല്ലോ, അവിടെ ഒരു കവർച്ചയല്ല നടന്നത്. ആ തെഫ്റ്റ് നടന്നതിന്, റോബറി നടന്നതിന് നടപടിയെടുക്കണമെന്ന് ഒരിക്കൽ ആ ക്രിമിനൽ ആക്ടിവിറ്റി അന്വേഷിക്കാൻ പറ്റത്തക്ക വിധത്തിലുള്ള ഏജൻസി വേണം. അവിടെയാണ് അന്തർ സംസ്ഥാന ബന്ധങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് CBI അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശ്രീ തിരുവഞ്ചൂർ, അതായത് ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് ഇ ഡി അന്വേഷിക്കുക എന്നത് താങ്കൾ പറഞ്ഞത് ശരി. പക്ഷേ അത് അന്വേഷിക്കുമ്പോൾ പോലും വേണമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കോ ഭരണ നേതൃത്വത്തിലോ ഒക്കെ പോയേക്കാം ഈ കേസ് എന്ന ഒരു സാധ്യതയെ കാണുന്നുണ്ടോ? പോയേക്കാമെന്നല്ല, പോകാതിരിക്കാൻ സാധ്യമല്ല. കാരണം ഇവിടെ പോറ്റിയെ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമായിട്ട് ഒരു കൊച്ചു കുട്ടി പോലും കരുതുന്നില്ല. ഇത് പോറ്റിയുടെ പിന്നിലുള്ള ഒത്തിരി കരങ്ങളുണ്ടാകും. ആ കരങ്ങളിൽ ചില ആളുകൾ ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ വന്ന് നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് പോകുമോ ഇല്ലയോ, അതാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മൾക്ക് ഏത് തലം വരെ പോയാലും ശരി തനി കുറ്റവാളികളെ കണ്ടുപിടിച്ചേ മതിയാകൂ. ഇനി മേലാൽ ഇതുപോലൊരു സംഭവം കേരളത്തിലെ ഒരു ദേവാലയത്തിലും ഉണ്ടാകരുത്. അതിനുവേണ്ടിയുള്ള മാതൃകാപരമായ നടപടിയാകണം. ആ കുറ്റകൃത്യം ചെയ്ത ആളുകളെ പുറത്ത് കൊണ്ടുവരിക്കണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ CBI അന്വേഷണം നടത്തിയേ മതിയാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.